ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം കയറ്റത്ത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളൊരു വാഹനം കയറ്റത്തൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കയറ്റത്ത് ക്ലച്ച് ചവിട്ടി കൊടുക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ കയറ്റത്ത് ബ്രേക്കും യൂസ് ചെയ്യാറുണ്ട്. ഇത് ഡ്രൈവിങ്ങിൽ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല. എന്നാൽ ഇത് ഡ്രൈവിങ്ങിൽ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഇത് നമ്മൾ കയറ്റത്ത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു കാര്യം കൃത്യതയോടെ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ കയറ്റത്ത് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഈ രീതിയിൽ ക്ലച്ച് ഉപയോഗിച്ചാൽ, അതുപോലെ തന്നെ ഈ മെത്തേഡിൽ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറ്റത്ത് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നല്ല പണി കിട്ടാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കയറ്റത്തൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ തന്നെ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്തും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കയറ്റത്ത് ഡ്രൈവ് ചെയ്ത് കാണിക്കാം, ഒരു എക്സാമ്പിൾ സഹിതം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓളം അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. ഒപ്പം തന്നെ കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വാഹനം ഓടിച്ച് തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിലും അതുപോലെ തന്നെ വാഹനം അധികം ഓടിച്ച് പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്, ലൈസൻസ് എടുത്ത് ഇപ്പോൾ ഒക്കെ ഓടിച്ച് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വാഹനം കയറ്റത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ അബദ്ധങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അതിനുവേണ്ടി ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാനായിട്ട് ഞാനൊരു ചെറിയതും വലിയതുമായിട്ടുള്ള കയറ്റത്തിലൂടെയാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, വാഹനം എടുക്കുകയാണ്. ഇത് ഇവിടെ നിങ്ങൾ നോക്കുക, റൈറ്റിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി എടുക്കുകയാണ്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ മെല്ലെ റോഡിലേക്ക് വണ്ടി എടുക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതൊരു വില്ലേജ് റോഡാണ്. ഒപ്പം തന്നെ ചെറിയതും വലിയതുമായിട്ടുള്ള കയറ്റങ്ങളുണ്ട്. ഇത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഇത് ഇങ്ങനെ വരികയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ കയറ്റത്ത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തേർഡ് ഗിയറിൽ വരികയാണ്. ഇവിടെ ഒരു കയറ്റമുണ്ട്. ഞാൻ ഇവിടുന്ന് തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. കാരണം കയറ്റം കയറാൻ തുടങ്ങുന്നത് കൊണ്ട് നിരപ്പ് റോഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാനിത് ഈ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കണ്ട് മനസ്സിലാക്കുക. ഈ ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും, ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കയറി ബ്രേക്കിലേക്ക് കാലെടുത്ത് അങ്ങ് വെക്കും, എന്നിട്ട് ക്ലച്ച് ഔട്ടാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി അവിടെ നിന്ന് പോകും. മനസ്സിലായോ? ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. കാരണം ഒരു ജംഗ്ഷനിൽ വന്നു, ഒരു കയറ്റത്തോട് കൂടി ഒരു ജംഗ്ഷനിൽ വന്നു. അപ്പം നമ്മൾ എല്ലാ സൈഡും നോക്കി വണ്ടി എടുക്കാനായിട്ട് വണ്ടി സ്ലോ ചെയ്യുന്നതാണ്. ബ്രേക്കിലേക്ക് കാലെടുത്ത് അങ്ങ് ചവിട്ടും, എന്നിട്ട് ക്ലച്ച് ഔട്ടാനായിട്ട് ശ്രമിക്കും. പക്ഷേങ്കിൽ ബ്രേക്കിലേക്ക് കാൽ ആദ്യം തന്നെ എടുത്ത് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി അവിടെ നിന്ന് പോകും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയറ്റങ്ങളിൽ ഇങ്ങനെ ബ്രേക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കയറ്റത്ത് ഒരു ഗിയർ ഡൗൺ ചെയ്ത് കയറി വരുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലായിക്കോട്ടെ ഫസ്റ്റ് ഗിയറിലായിക്കോട്ടെ വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതല്ല. കയറ്റത്ത് ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത ഈ ജംഗ്ഷനിൽ വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് എൻ്റെ ഇടത്തേക്കാല് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ഞാനിത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാനിത് ഇവിടെ വണ്ടി എടുത്തു. കണ്ടോ? അപ്പം ഈ അബദ്ധം നിങ്ങൾക്ക് വരാൻ പാടില്ല. കാരണം ഒരുപാട് പേര് കയറ്റത്ത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്രേക്ക് ഉപയോഗിക്കാറുണ്ട്. കയറ്റത്ത് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇത് ഫോർത്തിലേക്ക് ഇടുന്നു. ഇനി നമ്മളിവിടെ വീണ്ടും ഒരു കയറ്റം കയറി പോകണം. നിങ്ങൾ നോക്കുക, കയറ്റത്ത് വാഹനത്തെ സ്ലോ ചെയ്യേണ്ട രണ്ട് രീതിയാണ്. ഒന്ന്, നമുക്കിത് ഇതുപോലെ പതിയെ ആക്സിലറേഷൻ അയച്ചു കൊടുത്താൽ വണ്ടി സ്ലോ ആകും. അപ്പോൾ വണ്ടി തീർത്തും സ്ലോ ആയാൽ എന്ത് ചെയ്യണം, ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പതിയെ സ്ലോയിൽ കയറി പോകും. മനസ്സിലായോ? അതായത് നമ്മളൊരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു കയറ്റവും വളവും ഒക്കെ വരികയാണ്. ഇത്തിരി സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതല്ല, ആക്സിലറേഷൻ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് വാഹനത്തിൻ്റെ വേഗത കുറയുന്നത് നിങ്ങൾക്ക് അപ്പം തന്നെ പിടികിട്ടുമല്ലോ. അപ്പോൾ
അപ്പം തന്നെ പിടികിട്ടി വാഹനം തീർത്തും വേഗത കുറഞ്ഞെന്ന് തോന്നിയാൽ ഫോർത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് തേർഡ് ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. മനസ്സിലായി? വലിയ ഗിയറിലേക്ക് ഇട്ടിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് വേഗതയില്ലാതെ നിങ്ങൾക്ക് വാഹനം കയറ്റത്ത് കയറിപ്പോകാനായിട്ട് കഴിയും. എന്നിട്ട് വീണ്ടും നിങ്ങൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ കയറ്റം കയറുകയാണ്. മനസ്സിലായോ? എന്നിട്ട് കയറിപ്പോകുന്ന സമയത്ത് കയറ്റത്തിൻ്റെ അളവ് വീണ്ടും കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ വീണ്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആക്സിലറേഷൻ അയക്കുക. അതായത് വണ്ടി കയറുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ ജസ്റ്റ് അയക്കുക, ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അല്ലാതെ അവിടെ നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരുപാട് പേര് എന്ത് ചെയ്യും, വാഹനം സ്ലോ ആക്കാനായിട്ട് അല്ലെങ്കിൽ കയറ്റത്ത് ഒരു ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ബ്രേക്ക് കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യുന്ന രീതിയുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ കാല് ബ്രേക്കിയാലിതേ ഇങ്ങനെ വന്ന് ഞാനൊരു ഇറക്കം കൂടിയ റോഡ് ഇങ്ങനെ ടേൺ എടുത്ത് വരികയാണ്. ഇങ്ങനെ ടേൺ എടുത്ത് വരുന്നു, ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് കയറാൻ നോക്കും, ഇവിടെ ഒരു കയറ്റം കണ്ടു. ചിലരെന്ത് ചെയ്യും, ബ്രേക്കേ കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടി ഡൗൺ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ക്ലച്ച് പിടിക്കുക, നേരത്തെ ഗിയർ അങ്ങ് ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബ്രേക്കിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ കയറ്റത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് അങ്ങനെ ബ്രേക്കിലേക്ക് വരരുത്. ഇനി ബ്രേക്കിലേക്ക് വരേണ്ട രീതി എങ്ങനെയാണ്? ബ്രേക്കിലേക്ക് കയറ്റത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരേണ്ട രീതി എന്ന് പറയുന്നത്, വാഹനം നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം കയറി ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് വാഹനത്തെ നിർത്തുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. കയറ്റത്തെ ക്ലച്ചിൻ്റെ ഉപയോഗം, ഇതും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. ഒരുപാട് പേർക്ക് കയറ്റത്തെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. നല്ല പണി കിട്ടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വരും. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ തന്നെ വണ്ടി പോകുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ലേറ്റൻസി വരും ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ ഇവിടുന്ന് ഫോർത്തിൽ നിന്ന് ഞാൻ അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുത്തു, ക്ലച്ചേ നയിച്ചു. വീണ്ടും അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു, ക്ലച്ചേ നയിച്ചു. ഇവിടെ ടേൺ എടുക്കാൻ പോവാണ്, വീണ്ടും അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് ഇടുന്നു. കണ്ടോ? എന്നിട്ട് ഇവിടെ ഞാൻ ഒരു കയറ്റത്തിലേക്ക് ടേൺ എടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അഡ്വാൻസ് ക്ലച്ച് ചവിട്ടി കൊടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല. പല ആൾക്കാർ ഈ കയറ്റത്തൊക്കെ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ക്ലച്ച് ഉപയോഗിക്കുന്ന മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നോക്കുക, സെക്കൻഡിൽ ഇങ്ങനെ വരികയാണ്, ഇതൊരു കയറ്റം കയറി വരികയാണ്. പെട്ടെന്ന് ഫസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്തു നോക്കും, വണ്ടി കയറത്തില്ലെന്നൊരു തോന്നൽ വരുമ്പോൾ എന്ത് ചെയ്യും? ക്ലച്ച് പിടിക്കും. ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ പതിയെ വന്നിട്ട് ക്ലച്ചേ നയിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വണ്ടി നിന്നിട്ട് വണ്ടി അങ്ങ് ഓഫായി പോകും. കണ്ടോ? ഇപ്പം നിങ്ങൾ നോക്കി, വണ്ടി ഓഫായി പോകുന്ന പരുവത്തിലേക്ക് വന്ന് കണ്ടോ? വണ്ടി അങ്ങ് നിന്നു പോകുന്നൊരു പരുവത്തിലേക്ക് വരും. റണ്ണാകത്തില്ലെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും കയറി ബ്രേക്കിലേക്കും കൂടെ കാലെടുത്ത് അങ്ങ് വെക്കും. മനസ്സിലായി? അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഫസ്റ്റ് കൊടുത്ത് വണ്ടി കയറുന്നില്ലെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? വണ്ടിക്കുള്ളിൽ വൈബ്രേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ബ്രേക്കിലേക്കും കൂടെ കാലെടുത്ത് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഇടിച്ച് നിൽക്കും. അപ്പം വണ്ടി കയറുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും ബ്രേക്കിനോടൊപ്പം എന്ത് ചെയ്യണം? ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. ഇതുപോലെയൊക്കെയുള്ള റോഡിൽ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെയുള്ള പുറകിൽ വാഹനങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ടായിരിക്കും. ആ വണ്ടി നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിലായിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയെ വന്ന് ഇടിക്കും, നല്ല പണിയും കിട്ടും. മനസ്സിലായോ? ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം കയറ്റത്തെ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്ത് ഞാൻ ഇങ്ങനെ കയറി വരികയാണ്. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ആൾക്കാർ ഇതുപോലെ ക്ലച്ചെ കയറി അങ്ങ് ചവിട്ടി അങ്ങ് പിടിച്ചിട്ട് എന്ത് ചെയ്യും? ബ്രേക്കേ കാല് വെക്കത്തില്ല. ബ്രേക്കേ കാല് വെക്കുന്ന കുറേ വണ്ടി ബാക്കിലേക്ക് ഇതുപോലെ പോകുന്ന സമയത്തായിരിക്കും ബ്രേക്കിലേക്ക് കാല് വെക്കുന്നത്. ഇങ്ങനെ ഒരു രീതി പല ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കയറ്റം കയറി വരുന്ന സമയത്ത് വണ്ടി സ്ലോ ആയെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിച്ച് കഴിയുമ്പോഴത്തേനും വണ്ടി സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകാതെ പിന്നോട്ട് ഉരുണ്ട് കുറേ അങ്ങോട്ട് ബാക്കിലേക്ക് പോകുമ്പോഴായിരിക്കും ബ്രേക്കിലേക്ക് കാലെടുത്ത് ചവിട്ടുന്നത്. അപ്പോൾ തൊട്ട് പുറകെ വണ്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ വണ്ടി തൊട്ട് പുറകിലുള്ള വണ്ടിയിൽ ഇടിക്കും. അല്ലെങ്കിൽ തൊട്ട് പുറകിൽ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെയും പോയി നമ്മുടെ വണ്ടി ഇടിക്കും. അപ്പോൾ കയറ്റത്ത് ഈ രീതിയിൽ നിങ്ങൾ ക്ലച്ച് ചവിട്ടാനായിട്ട് പാടില്ല. കയറ്റത്ത് നിങ്ങൾ എപ്പോൾ ക്ലച്ച് ചവിട്ടിയോ അപ്പം നിങ്ങളുടെ കാല് ബ്രേക്കിലേക്ക് നിർബന്ധമായിട്ട് വന്നിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് കയറ്റത്ത് ക്ലച്ച് ചവിട്ടി കൊടുക്കരുത്. അതും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. കാരണം അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റത്ത് കയറുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടാൻ പാടില്ല. അത് ഡ്രൈവിങ്ങിൽ വലിയ അപകടങ്ങൾ വരുത്തി വെക്കാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് പറയുന്നത്, ഈ കയറ്റത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആക്സിലറേഷൻ
ആക്സിലറേഷൻ കൊടുത്ത് തീർച്ചയായിട്ടും കയറി പോവുക. ഒരു കാരണവശാലും കയറ്റത്തിൻ്റെ നടുവിലൊക്കെ എത്തിയിട്ട് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ക്ലച്ച് കയറി ചവിട്ടരുത്. ചിലപ്പോൾ നമുക്ക് കയറ്റത്ത് വണ്ടി അവിടെ നിൽക്കണമെന്നില്ല, വണ്ടി നേരെ ബാക്കിലേക്ക് റോളായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റത്തിൻ്റെ നടുവിലിട്ട് ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വാഹനം ഒരുപാട് എടുക്കുന്ന രീതിയും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുത്തനെയുള്ള ഒരു കയറ്റത്ത് പോയി ഹാഫ് ക്ലച്ചിൽ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെയും കൂടെ സഹായം തേടുന്നത് നല്ലതാണ്. കാരണം അതിഭീകരമായിട്ടുള്ള കയറ്റങ്ങളാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്കും കൂടെ ഉണ്ടെങ്കിൽ കുറേ കൂടെ സുഖകരമായിട്ട് ഒരു വാഹനത്തെ കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ പതിവ് പോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.